ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീൽ കളിക്കുന്നത്. ഈ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് കാർലോ ആഞ്ചലോട്ടി ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഓ ഗ്ലോബോ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഈ മത്സരങ്ങൾക്കുള്ള പ്രിലിമിനറി സ്ക്വാഡിൽ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തി എന്ന വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഓ ഗ്ലോബോയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് പ്രിലിമിനറി സ്ക്വാഡിൽ ഇപ്പോൾ നെയ്മർ ജൂനിയർക്ക് ഇടമുണ്ട്. ഈ പ്രിലിമിനറി ലിസ്റ്റ് CBF ഫിഫക്ക് വരുന്ന ഞായറാഴ്ചയാണ് അഥവാ നാളെയാണ് അയക്കുക. അതിന് മുന്നേ ആഞ്ചലോട്ടി ഈ ഒരു ലിസ്റ്റ് ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. നാളെയാണ് ഇത് ഫിഫക്ക് അയക്കുക. ആ ലിസ്റ്റിൽ നെയ്മർ ജൂനിയർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഓഗസ്റ്റ് 25-ാം തീയതിയാണ് ഫൈനൽ ലിസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിക്കുക. ആ സ്ക്വാഡിലും നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. നെയ്മറെ തിരികെ കൊണ്ടുവരാൻ തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ചിലി, ബൊളീവിയ എന്നിവർക്കെതിരെയാണ് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നത്. ആ രണ്ട് മത്സരങ്ങളിലും നമുക്ക് നെയ്മർ ജൂനിയറെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2023 ഓഗസ്റ്റ് മാസത്തിലായിരുന്നു നെയ്മർ ജൂനിയർ അവസാനമായിക്കൊണ്ട് ബ്രസീലിന് വേണ്ടി കളിച്ചത്. ഉറുഗ്വേക്കെതിരെയുള്ള ഒരു മത്സരത്തിലായിരുന്നു നെയ്മർ ജൂനിയർ ബൂട്ടണിഞ്ഞത്. അതിനുശേഷം പരിക്ക് കാരണം നെയ്മർക്ക് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ബ്രസീലിയൻ ആരാധകർ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.